Hey, how's it going? ഞാൻ ബിസ്മയ. വെൽക്കം ടു സോൾ മാംഗോ പിക്കിൾ. അപ്പോൾ ഇന്ന് അടുത്തൊരു ഡിഷായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോറി, ഞാനല്ല വരുന്നത്, കുഞ്ഞമ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എന്തുവാന്ന് കാണാം. ഹായ്, ഞാൻ സന്ധ്യ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ 700 ഗ്രാം, സവാള 3 എണ്ണം, തക്കാളി 1, നാരങ്ങ അരമുറി, പച്ചമുളക് 2 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന്, ചെറിയ ഉള്ളി ചതച്ചത് ആവശ്യത്തിന്, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1.5 ടീസ്പൂൺ, മുളക് പൊടി 3.5 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 5 തണ്ട്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനായി ഒരു 700 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ എടുത്തു. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് വേണം ചേർക്കാൻ. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അരമുറി നാരങ്ങ നീര്, ഉപ്പ് ആവശ്യത്തിന് എന്നിവ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം ചിക്കനിലോട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസിൻ്റെ ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ പീസ് എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ പീസും വറുത്തെടുക്കാം. ഇനി നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം. കടായി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിക്കാം. കറിവേപ്പില നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കും സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10 കൊച്ചുള്ളിയാണ് ഞാനിവിടെ ചതയ്ക്കാൻ എടുത്തത്. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി മൂത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
മസാലയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നല്ല നാടൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. തട്ടുകടയിൽ ലഭിക്കുന്ന അതേ സ്വാദുള്ള നാവിൽ കൊതി ഊറുന്ന ഒരു ചിക്കൻ റോസ്റ്റാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ. ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെയും പാലപ്പത്തിൻ്റെയും ഞാനിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ഒരു പുതിയൊരു ഡിഷായിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.